നമസ്കാരം. വാർത്താരംഭത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. തിരുവനന്തപുരത്ത് വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട്. പത്തനംതിട്ടയിലും കോട്ടയത്തും ഇടുക്കിയിലും റെഡ് അലർട്ട്. മലയോര മേഖലകൾ അതീവ ജാഗ്രതയിൽ. കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ വീണ്ടും പരാതി. അപകടത്തിൽ പരിക്കേറ്റ യുവാവിന് കാലിന് പകരം കയ്യിൽ ശസ്ത്രക്രിയ. കാലിലിടേണ്ട സ്റ്റീൽ റോഡ് കയ്യിലിട്ടു. പിഴവ് മനസ്സിലായപ്പോൾ വീണ്ടും ശസ്ത്രക്രിയ നടത്താൻ ആശുപത്രി. മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകി കുടുംബം. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ നിർണായക തെളിവ് കണ്ടെത്തി. രാഹുലിന്റെ കാറിൽ നിന്ന് രക്തക്കറ കണ്ടെത്തി. കാർ കസ്റ്റഡിയിൽ. പ്രതിയെ രാജ്യം വിടാൻ സഹായിച്ച പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. നടപടി സിവിൽ പോലീസ് ഓഫീസർ ശരത് ലാലിനെതിരെ. കാസർഗോഡ് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ വൻ സുരക്ഷാ വീഴ്ച. ഗുഡ്സ് ട്രെയിൻ തെറ്റായ ട്രാക്കിൽ നിർത്തി ലോക്കോ പൈലറ്റ് ഇറങ്ങിപ്പോയി. 2 മണിക്കൂറോളം ട്രെയിൻ ട്രാക്കിൽ നിന്ന് മാറ്റാനാകാതെ റെയിൽവേ. പമ്പയിലെ ക്ലോക്ക് റൂം പണപ്പിരിവിൽ ബിജെപി നേതാക്കൾക്കെതിരെ കേസെടുത്തു. ക്ലോക്ക് റൂം നടത്തിപ്പുകാരെ ഭീഷണിപ്പെടുത്തിയെന്ന് പരാതി. വൻ തുക പിരിവ് ചോദിച്ചതായും പരാതി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ടം നാളെ. 49 മണ്ഡലങ്ങളിൽ നാളെ വോട്ടെടുപ്പ്. ഏറ്റവും അധികം സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് ഉത്തർപ്രദേശിൽ. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് മെത്രാപ്പൊലീത്ത KP യോഹന്നാന്റെ മൃതദേഹം കൊച്ചിയിലെത്തിച്ചു. 12 മണിയോടെ വിലാപയാത്രയായി തിരുവല്ലയിലേക്ക് കൊണ്ടുപോകും. മഴ വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ്. തിരുവനന്തപുരത്ത് സ്മാർട്ട് റോഡ് നിർമ്മാണത്തിനെടുത്ത കുഴികളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. പല റോഡുകളിലും യാത്ര ദുഷ്കരമാണ്. പത്തനംതിട്ടയിലും കോട്ടയത്തും ഇടുക്കിയിലും റെഡ് അലർട്ടാണ്. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. മലയോര മേഖലകൾ അതീവ ജാഗ്രതയിലാണ്. കനത്ത മഴയെ തുടർന്ന് പൊന്മുടി അടക്കം മലയോര മേഖലയിലേക്ക് യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോട്ടയം ജില്ലയിൽ ഖനന പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചു. വിവിധയിടങ്ങളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു. ആദ്യം ഡാൻ കുര്യൻ തിരുവനന്തപുരത്ത് നിന്നും ചേരുകയാണ്. ഡാൻ, തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ വിഷയം ഇപ്പോൾ വെള്ളക്കെട്ടാണ്. ഈ റോഡ് പണിയുടെ ഭാഗമായി എടുത്ത കുഴികളിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. അത് വലിയ അപകടം ഉണ്ടാക്കുമെന്നും അറിയുന്നു. ഇപ്പോൾ ഡാൻ എവിടെയാണുള്ളത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? തിരുവനന്തപുരം നഗരത്തിൽ ഇന്നലെ വൈകുന്നേരം മുതൽ ആരംഭിച്ച് ഇന്ന് പുലർച്ചെ വരെ നീണ്ട മഴയിൽ തലസ്ഥാന നഗരത്തിന്റെ പല ഭാഗങ്ങളും ഈ സ്ഥിതിയിലാണ് ഉള്ളത്. റോഡുകളിൽ അപ്രതീക്ഷിതമായി, അതായത് ആളുകൾ എയർപോർട്ടിലേക്ക് പോകുന്ന മണക്കാട് മുക്കോലക്കൽ റോഡാണിത്. ഈ റോഡിലൂടെ വരുന്ന വാഹനങ്ങളുടെ ഈ ദൃശ്യങ്ങൾ അത് പറഞ്ഞ് അറിയിക്കാൻ കഴിയില്ല. കാരണം അത്രമാത്രം വെള്ളത്തിനകത്തുകൂടി ഈ വാഹനങ്ങൾ ഓടിച്ചുകൊണ്ട് അകത്തേക്ക് പോകേണ്ട സ്ഥിതിയിലാണ് വാഹന ഉടമകളുള്ളത്. സമാനമായ സാഹചര്യമാണ് ഈ ബൈപ്പാസിലേക്ക് കയറുന്ന മറ്റ് റോഡുകളിലും. വലിയ തരത്തിൽ, അതായത് മഴക്കാലപൂർവ്വ ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായി മലിനജലം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിൽ ഉൾപ്പെടെ ഈ നവീകരണ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളുമൊക്കെ ഊർജിതമാക്കുമെന്ന് നഗരസഭയും മറ്റ് അധികൃതരും വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലുമൊക്കെ വെള്ളം കയറുന്ന തരത്തിൽ ഇപ്പോൾ ഈ റോഡിലിങ്ങനെ കുളമായി കിടക്കുന്ന സാഹചര്യം. സമാനമായ സാഹചര്യം തന്നെയാണ് ഇഞ്ചക്കൽ ചാക്ക ബൈപ്പാസിലേക്ക് കയറുന്ന വഴിയിലും പുലർച്ചെ വരെ നിലനിന്നിരുന്നത്. ഇത് വളരെ അപ്രതീക്ഷിതമായാണ് ഈ ഭാഗങ്ങളിലേക്ക് വെള്ളം കയറിയത് എന്നാണ് നാട്ടുകാർ നൽകുന്ന വിവരം. അവർ നമ്മോടൊപ്പം ചേരുകയും ചെയ്യുന്നു. ഇവിടെ ഇതിനു മുമ്പ് ഇങ്ങനെ വെള്ളക്കെട്ടുണ്ടായിട്ടുണ്ട്? ഒരു 15 കൊല്ലം കൊണ്ട് ഇവിടെ വെള്ളം കെട്ടയാണ്. ഒരു 7 കൊല്ലത്തിനു മുമ്പേ ഈ ഒരു സ്ത്രീ, ഒരു നാഗപ്പൻ നായരുടെ ഭാര്യ ഇതിലെ കൂടെ ഓടയിൽ കൂടെ നടന്നു പോകുമ്പോൾ ഓടയിലെ അകത്ത് വീണ് ഒഴുക്കിൽപ്പെട്ട് ഈ കരിത്തോട്ടിൽ വന്നു. അപ്പം ഇത് മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ പണ്ട് ഇവിടെ വയൽ പ്രദേശമായിരുന്നു. വീടുകൾ വസ്തു നിമത്തി വീട് വെച്ചതാണ്. മണക്കാട് ജംഗ്ഷനിൽ നിന്നുള്ള വെള്ളമാണ് ഇതുവരെ വരുന്നത്. പിന്നെ കാലാകാലങ്ങളിൽ സർക്കാർ ഇത് ഓടകളൊന്നും വൃത്തിയാക്കുന്നില്ല. കരിത്തോട് കണ്ടാൽ നിങ്ങൾക്ക് കണ്ടാലറിയാം, അത് കാട് പിടിച്ച് കിടക്കുകയാണ്. വലിയ മരങ്ങളാണ്. അപ്പൊ കാലാകാലങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അതിനുപരി മണക്കാട് നിന്ന് വരുന്ന വെള്ളം ഇവിടെ വരുന്നു, ഇവിടെ കെട്ടിക്കിടക്കുന്നു. ഇത് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്
ആദ്യം ചെയ്യേണ്ടത് ഈ കനാല് വൃത്തിയാക്കുക. രണ്ടാമത് തിരുവനന്തപുരം സിറ്റിയിലുള്ള എല്ലാ വേസ്റ്റ് ചാക്കുകളും, ഹോട്ടൽ വേസ്റ്റുകൾ, കോഴി വേസ്റ്റുകൾ, ഇതെല്ലാം ഇവിടെ രാത്രി കാലങ്ങളിൽ വണ്ടിയിൽ കൊണ്ടുവന്ന് ഈ കനാലിലിടും. ഇത് കോർപ്പറേഷന്റെ കഴിഞ്ഞ 4-5 ദിവസത്തിന് മുമ്പ് ഇട്ടത് ഞാൻ ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു, പരാതി കൊടുത്തു. ഇതിനൊരു സംവിധാനം ചെയ്യണം. ഈ ചാക്കുകെട്ടുകൾ വന്ന് നാഷണൽ ഹൈവേയിലുള്ള ആ ഓടയിൽ വന്ന് അടഞ്ഞ് വെള്ളം പോകാത്ത അവസ്ഥയാണ്. അപ്പൊ അതാണ് ആദ്യം അത് നിയന്ത്രിക്കണം. ഓക്കെ, എന്തായാലും ഈ ആമയിഴഞ്ചൻ തോട്ടിലും കിള്ളിയാറിലും അടക്കം ഈ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്ന സാഹചര്യമുണ്ട്. അത് അവിടുന്ന് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഊർജിതമാക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പും അതോടൊപ്പം നഗരസഭയുമൊക്കെ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടെങ്കിലും കൃത്യമായ ഇടപെടലുകൾ നടക്കാതിരുന്നതാണ് ഇന്നലെ വളരെ അപ്രതീക്ഷിതമായി പെയ്ത മഴയിൽ ഇങ്ങനെയൊരു വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചത്. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് കാലവർഷം എത്താൻ ബാക്കി നിൽക്കുന്നത്. മെയ് 31 കേരള തീരത്തേക്ക് കാലവർഷം എത്തുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. സ്വാഭാവികമായി ഏതാണ്ട് 1.5 ആഴ്ച മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഈ ഒരു ദിവസം രാത്രി പെയ്ത മഴയിൽ നഗരത്തിന്റെ സ്ഥിതി, ഹൃദയഭാഗത്തിന്റെയൊക്കെ സ്ഥിതി ഇങ്ങനെയാണ് എങ്കിൽ തുടർച്ചയായി മഴ പെയ്യുന്ന ദിവസങ്ങളിൽ എന്താകും സ്ഥിതിയെന്ന് ആലോചിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. സ്വാഭാവികമായി സ്കൂളുകൾ കൂടി തുറക്കാൻ പോവുകയാണ്. ഈ മലിനജലമാണ് വീടുകളിലേക്ക് ഇങ്ങനെ ഒഴുകി കയറുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ അത് ജലജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ ആമയിഴഞ്ചൻ തോടും കിള്ളിയാറും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ജലസ്രോതസ്സുകൾ അവിടുത്തെ മാലിന്യം കൃത്യമായി നീക്കം ചെയ്യേണ്ടതിന്റെ അനിവാര്യത അത് നഗരസഭയ്ക്ക് മുമ്പിൽ വലിയൊരു വെല്ലുവിളിയായി മാറുന്നതും. എന്തായാലും ഈ പ്രദേശവാസികൾ വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധിയാണ് ഇവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. എന്താണ് ഇവിടെ ഇവിടെ എല്ലാ വർഷവും ചെറിയൊരു മഴ പെയ്താലും ഇവിടെ അത്രയും ഭാഗങ്ങളെല്ലാം വെള്ളക്കെട്ടാണ്. ചെറിയൊരു മഴ പെയ്തു. ഇവിടെ ഈ ബൈപ്പാസ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് റോഡ് ഉയർത്തി ഈ ഭാഗം താഴ്ന്നതാണോ ഇങ്ങനെ ഒരു? അല്ല, ഇത് പണ്ടേ തൊട്ട് ഉള്ളതാണ്, വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതാണ്. ഇവിടെ ഇങ്ങനെ ഇതാണ് താഴ്ന്ന പ്രദേശം. ഇത്രയും ഈ വെള്ളം അത്രയും ഈ ഓടയിലാണ് പോകേണ്ടത്. ഇവിടുന്ന് പോയിട്ടാണ് മറ്റുള്ള അടുത്തങ്ങ് പോകേണ്ടത്. ഇതെല്ലാ വർഷവും ഇവിടെ ഈ ഓടകൾ കോരി സൈഡിലിടും. ഈ മണ്ണിനെ തിരിച്ച് അതിൽ തന്നെ പോകും. പിന്നെയും കോരിയിടും, പിന്നെയും അതിൽ തന്നെ പോകും. അത് കോരി മാറ്റാനുള്ള സംവിധാനം ഈ മഴ സമയത്തല്ലാതെ വേറെ ഒന്നും. എത്ര നേരം ഇങ്ങനെ നിൽക്കും? ഈ ഒരു 3-4 മണിക്കൂർ ഞാൻ നിൽക്കും. ഇങ്ങനെ തന്നെ നിൽക്കും. ഇത് എപ്പോഴാണ്? പുലർച്ചെയാണോ ഇങ്ങനെ തുടങ്ങിയത് അതോ? ഇത് മഴ പെയ്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഇവിടെ വെള്ളം. ഇത് തന്നെയാണ് സ്ഥിതി. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ 1% പോലും നടന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല കനത്ത വെറിയായിരുന്നു, നല്ല കനത്ത വേനലായിരുന്നു. എത്ര കോടി രൂപയാണ് സാങ്ഷനാക്കിയത്? എന്നിട്ട് പോലും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ 1% നടന്നില്ല എന്നുള്ള തെളിവാണ് ഈ കാണുന്ന എല്ലാ പ്രവർത്തനങ്ങളും. ഇത് കാലാകാലങ്ങളിൽ ഇവിടെ ഈ മഴ കാലങ്ങളിൽ വരുമ്പോൾ ഇവിടെ നമ്മുടെ ഈ തോട് വൃത്തിയാക്കുമായിരുന്നു. ഈ തോട് വൃത്തിയാക്കിയാൽ ഇവിടെ നിന്ന് മാത്രമല്ല ഈ ഒരു 5 വാർഡില് ആ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ പറ്റും. ഈ തോട് വൃത്തിയാക്കാൻ വേണ്ടി ഇന്ന് വരെ കഴിഞ്ഞ വർഷവും വന്നിട്ടില്ല. ഈ വർഷം എന്തെങ്കിലും നിവേദനങ്ങൾ പലതും കൊടുത്തിട്ടുണ്ട്. കൌൺസിലർ കൊടുത്തിട്ടുണ്ട്, MLA കൊടുത്തിട്ടുണ്ട്, ഗവൺമെന്റ് തലത്തിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാ തലങ്ങളിലും പോയി കൊടുത്തിട്ടുണ്ട്. ആ നിവേദനങ്ങളെല്ലാം വാങ്ങിച്ച് സിനിമ കാണും പോലെ ചവിട്ടുകൂട്ടി കളയല്ലാതെ ഇവിടെ യാതൊരു ഇതും നടക്കുന്നില്ല. ജനം ഇവിടെ വളരെ ദുരിതം അനുഭവിക്കും. ഇന്നിപ്പോ നടക്കുന്നതെന്ന് വെച്ചാൽ ഈ അനന്ത നടത്തിയ സമയത്താണ് ഈ ഭാഗത്ത് വന്ന് നമുക്ക് നോക്കിയാൽ കാണാം. ആ ഭാഗത്തുള്ള റോഡില്ല, ആ സൈഡുകളിൽ കംപ്ലീറ്റ് ആളുകൾ ഇടിച്ചു കളഞ്ഞു. ആ ഇടിച്ചതിന്റെ ഫലമായി ഇന്ന് അവിടെ നിന്ന് വരുന്ന വെള്ളം കംപ്ലീറ്റ് ഈ ഇതിലോട്ട് കയറി ആ ഭാഗത്ത് കംപ്ലീറ്റ് വെള്ളം കയറുന്നു. ഇന്ന് വരെ അവിടെ വെള്ളം കയറാത്ത ഭാഗങ്ങളായിരുന്നു. ഇപ്പൊ ഇന്ന് തന്നെ മഴക്കാലം വന്നില്ല. ഈ വേനൽ മഴ 2 ചെറിയ മഴയേ ഉള്ളൂ. ഈ ചെറിയ മഴയിൽ തന്നെ അപ്പോൾ ഇന്നലെ രാത്രി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ആളുകൾ താമസിക്കാൻ ഇവിടെ അവിടെ കണ്ടാ കടയ്ക്കെല്ലാം വീട്ടിലെല്ലാം വെള്ളം കയറി. ഇതിനെല്ലാം ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ ഗവൺമെന്റ് വളരെ ഭംഗിയായി നോക്കിയാലും ഈ തോട് വൃത്തിയാക്കിയാൽ മാത്രം മതി. ഈ തോട് ഇന്ന് വരെ വൃത്തിയാക്കിയിട്ടില്ല. തോടിന്റെ ആ പായലുകൾ മാറ്റിക്കഴിഞ്ഞാൽ ഈ ഇവിടെ നിന്ന് വരുന്ന ഈ 5 വാർഡുകളുടെ ആ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ. അതുപോലെ തന്നെ വേസ്റ്റുകൾ എന്തായാലും അത് ജനപ്രതിനിധികളുടെ ശ്രദ്ധയിലേക്ക് എത്തട്ടെ. സാധാരണക്കാരായ ജനങ്ങൾ ഇതുവഴി അങ്ങോട്ട് പോകാനായി കടന്നു വന്ന് തിരികെ മടങ്ങാൻ എന്താണ് പോകുന്നതിന്റെ കാരണം എന്താണ്? നിങ്ങൾ എങ്ങോട്ടായിരുന്നു പോകേണ്ടത്? ഈസ്റ്റ് ഫോർട്ട്. ഇനി എങ്ങനെ പോകും? ഏതുവഴി പോകും?
അതുവഴി സ്ട്രെയിറ്റ് ആയിട്ട് പോകും. ശരി, അപ്പോൾ ഇതാണ് സ്ഥിതി. ഇവിടെ ഇങ്ങനെ വെള്ളക്കെട്ടുണ്ട് എന്ന് അറിയാതെ ഇവിടേക്ക് എത്തുന്ന ഇരുചക്ര വാഹനങ്ങളിലും മറ്റും എത്തുന്ന ആളുകളുണ്ട്. അവരൊക്കെ ഇവിടെ എത്തി ഈ വെള്ളക്കെട്ടിന് മുമ്പിൽ സ്തംഭിച്ച് നിന്ന് ഇവിടെ നിന്ന് മടങ്ങി മറ്റൊരു വഴിയായി കിഴക്കേക്കോട്ടയിലേക്ക് പോകേണ്ട സ്ഥിതിയാണ്, അല്ലെ മണക്കാട് ഭാഗത്തേക്ക് പോകേണ്ട സ്ഥിതിയാണുള്ളത്. വളരെ സാഹസികമായ ഒരു ദൌത്യമെന്ന് തന്നെ പറയേണ്ടി വരും. അത്തരമൊരു നീക്കമാണ്. ഈ വാഹനങ്ങളിൽ അവിടെ നിന്ന് എവിടെയെങ്കിലും വെച്ച് ആ വാഹനം ഒന്ന് സ്റ്റോപ്പായാൽ അതിന്റെ എഞ്ചിനുള്ളിൽ വെള്ളം കയറി അത് മുഴുവൻ നിന്നു പോകുന്ന സ്ഥിതി ഉണ്ടാകും. അതുകൊണ്ടാണ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വാഹനങ്ങൾ അതേ വേഗത്തിൽ ഇവിടേക്ക് ഓടിയെത്തി ഈ തിരമാലകൾ പോലെ വെള്ളം അടിച്ച കടകൾക്കുള്ളിലേക്ക് കയറുന്നത്. കാരണം എവിടെയെങ്കിലും നിർത്തിയാൽ ആ വാഹനങ്ങൾക്കുള്ളിൽ വെള്ളം കയറുന്ന സ്ഥിതി ഉണ്ടാകും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് അവരിങ്ങനെ വേഗത്തിൽ പരമാവധി വേഗത്തിൽ. തിരുവനന്തപുരത്ത് മണക്കാട് റോഡാണ് കാണുന്നത്. വലിയ ബുദ്ധിമുട്ടിലാണ് അവിടെ ഉള്ളവർ, അതുവഴി പോകേണ്ടവർ എന്നുള്ളതാണ്. ഡാൻ കുര്യനാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്. ശശി നാരായണൻ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്നും. ശശി, പത്തനംതിട്ടയിലെ അവസ്ഥ എന്താണ്? വലിയ മഴ ഇന്നലെ പെയ്തിരുന്നോ? മലയോര മേഖലയിലൊക്കെ നിലവിലെ അവസ്ഥ എന്താണ്? അശ്വതി, പത്തനംതിട്ടയിലെ മഴ ഇപ്പോഴും തുടരുന്നുണ്ട്. വലിയ ശക്തിയായ മഴയല്ല, എങ്കിലും ഒരു ചാറ്റൽ മഴയാണുള്ളത്. ഇന്നലെ ഉച്ച മുതൽ തുടങ്ങിയ മഴ രാത്രിയിലൊക്കെ വലിയ തോതിലുണ്ടായിരുന്നു. പക്ഷേ രാവിലെ പുലർച്ചെ മുതൽ മഴയ്ക്ക് ശമനം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. മേഘാവൃതമാണ്, ചാറ്റൽ മഴ ജില്ലയിൽ പരക്കെ ലഭിക്കുന്നുണ്ട്. മലയോര മേഖലകളിലും സമാനമായ രീതിയിൽ മഴ ലഭിക്കുന്നുണ്ട്. എന്തായാലും ജില്ലയിൽ ഇന്നും നാളെയും റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ മുൻകരുതലും ജാഗ്രതയും ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലയിൽ 44 ഇടങ്ങളിൽ ക്യാമ്പുകൾ സജ്ജമാക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രധാനമായും ആങ്ങമൂഴി, ചേത്തോട്, ചിറ്റാർ തുടങ്ങിയ മലയോര മേഖല ഉൾപ്പെട്ട ഒരു ജില്ല എന്ന നിലയ്ക്ക് പ്രളയബാധിത സാധ്യതയുള്ള മേഖലകളും അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന മേഖല എന്ന നിലയ്ക്കാണ് ഇത്തരത്തിലുള്ള മുൻകരുതൽ ഉള്ളത്. എന്തായാലും റാന്നി, തിരുവല്ല, കോന്നി തുടങ്ങിയ താലൂക്കിലാണ് ഈ ക്യാമ്പുകൾ ഉള്ളത്. 44 ക്യാമ്പുകൾക്കാണ്. പക്ഷേ ആ ക്യാമ്പുകളിലേക്ക് ആളെ മാറ്റില്ല. പക്ഷേ ആ ക്യാമ്പിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്മാർ അവധിക്ക് പോയവരെ ഇന്ന് തിരിച്ചു വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു മുൻകരുതൽ എടുത്തിട്ടുണ്ട്. നദിയിലെ ജലനിരപ്പോ മറ്റ് ഒന്നും തന്നെ കാര്യമായ രീതിയിൽ ഉയർന്ന സാഹചര്യമില്ല. എന്തായാലും മഴ വരും മണിക്കൂറുകളിൽ ശക്തമാകുമെന്നാണ് കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്, ജാഗ്രത ഏർപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും മലയോര മേഖലയിലേക്കുള്ള യാത്രകൾക്കും വിലക്കുണ്ട്. ഗവി അടക്കമുള്ള വിനോദസഞ്ചാര മേഖലയിലേക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോറികളുടെ പ്രവർത്തനം നിർത്തിവെക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ ഒരു ജാഗ്രതാ നിർദ്ദേശം ജില്ലയിൽ ഇപ്പോഴും തുടരുകയാണ്. വരും മണിക്കൂറുകളിൽ ഉച്ചയ്ക്ക് ശേഷം ചിലപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായി ഉച്ചയ്ക്ക് ശേഷം ആണ് മഴ കൂടുതൽ ശക്തമാവുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റിയും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും വളരെ കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ ഈ മഴക്കെടുതി ഉണ്ടാകുവാൻ അത്തരം കാര്യങ്ങൾ ഉണ്ടായാൽ നേരിടാനുള്ള എല്ലാ ക്രമീകരണവും ജില്ലയിൽ പൂർത്തിയായിട്ടുണ്ട്. ശരി, ശശി നാരായണനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇടുക്കിയിൽ നിന്നും പ്രിൻസ് ജെയിംസ് കൂടി ചേരുന്നുണ്ട്. പ്രിൻസ്, ഇടുക്കിയിലും റെഡ് അലർട്ടാണ് ഇതുവരെയുള്ള കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചന പ്രകാരം. എന്താണ് നിലവിലെ അവസ്ഥ? മഴ പെയ്യുന്നുണ്ടോ ഇടുക്കിയിൽ? ഹൈറേഞ്ചിൽ രാവിലെ ശക്തമായ മഴ ലഭിക്കുന്നു. മിക്ക പ്രദേശങ്ങളിലും ഒറ്റപ്പെട്ട മേഖലകൾ മഴ ലഭിച്ചിരുന്നെങ്കിലും ഇപ്പോൾ നേരിയ തോർച്ചയുണ്ട്. എങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉച്ചയ്ക്ക് ശേഷം കനത്ത മഴ പെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നും അത്തരത്തിലും മഴ പെയ്യുമെന്നാണ് വിലയിരുത്തൽ. എന്തായാലും ജില്ലാ ഭരണകൂടം മുന്നൊരുക്കങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. 5 താലൂക്കുകളിലും കേന്ദ്രീകരിച്ചും കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. ഒപ്പം സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു. വിനോദസഞ്ചാര മേഖലയിലടക്കം പ്രവർത്തിക്കുന്നവർക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും DTPCയും റിസോർട്ട്, ഹോം സ്റ്റേ ഒക്കെ നടത്തിപ്പുകാരോടുമൊക്കെ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു. സുരക്ഷ സ്വീകരിക്കണം. കാരണം അവധിക്കാലം അവസാനിക്കാവുന്ന സാഹചര്യത്തിൽ കൂടുതൽ ആളുകൾ, സഞ്ചാരികൾ ജില്ലയിലേക്ക് വരുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മൂന്നാർ അടക്കമുള്ള മേഖലയിൽ വലിയ സഞ്ചാരികളുടെ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവധിക്കാലം അവസാനിക്കുന്ന ദിവസങ്ങളിലൂടെ സഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കുന്നതിന് സാഹചര്യം കൂടി ഉള്ളതിനാൽ സുരക്ഷ പാലിക്കണമെന്ന് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും വെള്ളച്ചാട്ടങ്ങളിലും പുഴയിലും അണക്കെട്ടുകളിലും ഒക്കെ ഇറങ്ങരുതെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നു. കാരണം പ്രധാന അണക്കെട്ടുകളിലെ അടക്കം നീരൊഴുക്ക് വലിയ തോതിൽ വർദ്ധിച്ചൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ അപകട സാധ്യത നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് റിസോർട്ട് ടൂറിസം മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം ജീപ്പ് സഫാരി അടക്കമുള്ള കാര്യങ്ങൾക്കും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൊളുക്കുമലയിലേക്കുള്ള ജീപ്പ് ട്രക്കിംഗ് റെഡ് അലർട്ട് പൂർണ്ണമായി പിൻവലിക്കുന്നവരെ നിരോധിച്ചതായി DTPC അറിയിച്ചിരിക്കുന്നു. ഒപ്പം ജില്ലയിൽ മണ്ണെടുപ്പിനും മറ്റ് ഖനന പ്രവർത്തനങ്ങൾക്കും താൽക്കാലികമായി നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാത്രികാല യാത്രകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മണ്ണിടിച്ച് സാധ്യത നിലനിൽക്കുന്നതിനാണ് രാത്രികാല യാത്രകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെയ്ത മഴയിലും
പ്രത്യേകിച്ചും ഹൈറേഞ്ചിലെ തമിഴ്നാട് മേഖലയോട് ചേർന്നുള്ള മേഖലയിലൊക്കെ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം മരങ്ങൾ ഒടിഞ്ഞു വീഴുന്നതും അപകട സാധ്യത വർദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ രാത്രികാല യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്നും ആണ് ജില്ലാ ഭരണകൂടം അഭ്യർത്ഥിക്കുന്നത്. ഒപ്പം പൂർണ്ണമായി നിരോധിക്കുന്ന ഒരു സാഹചര്യം കൂടി ഇതിലേക്കാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. എന്തായാലും സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ജില്ലാ ഭരണകൂടം സ്വീകരിക്കുന്നുണ്ട്. റവന്യൂ വകുപ്പിന്റെയും ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് നടത്തുന്നു. ഒപ്പം എല്ലാ നാട്ടുകാർക്കും ഒപ്പം ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കും എല്ലാം നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അശ്വതി. ശരി, പ്രിൻസ് ജെയിംസ് ആണ്. ഇടുക്കിയിൽ ഇപ്പോൾ ഹൈറേഞ്ചിലാണ് മഴ ഉള്ളത്. ബാക്കി മറ്റു മേഖലകളിൽ മഴ തോർന്നിട്ടുണ്ട് എന്നാണ് പ്രിൻസ് ജെയിംസ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് പോവുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും ശസ്ത്രക്രിയാ പിഴവ്. ബൈക്ക് അപകടത്തെ തുടർന്ന് ചികിത്സ തേടിയ കോതിപ്പാലം സ്വദേശി അജിത്തിന്റെ കാലിലിടേണ്ട സ്റ്റീൽ റോഡ് കയ്യിലിട്ടതായാണ് പരാതി. പിഴവ് മനസ്സിലായപ്പോൾ വീണ്ടും ശസ്ത്രക്രിയ നടത്താൻ ആശുപത്രി അധികൃതർ ആവശ്യപ്പെടുകയായിരുന്നു. സംഭവത്തിൽ അജിത്തിന്റെ കുടുംബം മെഡിക്കൽ കോളേജ് പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. ഉള്ളിലുണ്ടാവും 30 വാർഡ് അഡ്മിറ്റ് ആയിക്കാണ്, ഒരാഴ്ചയായി. സംഭവം ഇന്നലെ സർജറി കഴിഞ്ഞ 1 മണിക്ക്, ഉച്ചക്ക് 1 മണിക്ക് സർജറി കഴിഞ്ഞിട്ട് ഇതിന്റെ ഒരു എക്സ്റേ എടുക്കാൻ വന്ന എക്സ്റേ എടുത്ത് ഇതിന്റെ ഒരു രാത്രി 10 മണിക്ക് പറയാണ് ഇത് കമ്പി പുറത്തേക്ക് ഉണ്ട്, ഒരു കമ്പി പുറത്തേക്ക് ഉണ്ട്, നിങ്ങൾ അർജന്റ് ആയിട്ട് 11 മണിക്ക് ചെയ്യാൻ പറഞ്ഞാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടെ ആരുമില്ല, ആരെയും കൂട്ടിട്ട് അല്ലെങ്കിൽ അറിയിച്ചിട്ട് ഞാൻ ചെയ്യുള്ളൂ പറഞ്ഞു. അങ്ങനെ ഡോക്ടർ ചൂടായി പോയതാ. ഞാൻ വേദന 7 മണിക്ക് സഹിക്കുന്നുണ്ട് ഇന്നലെ രാത്രി. ഇതുവരെ വേദന മാറിയില്ല, അത് ചെയ്തിട്ടില്ല. കാട്ടുകല്ലോ ആക്സിഡന്റ് ആയതാണ്. കൂടുതൽ വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഈ ഗുരുതര വീഴ്ച അത് തുടർച്ചയായി ഇങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ആ ശസ്ത്രക്രിയ ചെയ്ത ആ രോഗിയാണ് നമ്മളോട് സംസാരിച്ചത്. കരയുകയാണ്, അത് എത്രത്തോളം വേദനയുണ്ട് അവർക്ക് എന്നുള്ളതാണ്. ഒന്നൊരു പിഴവ് വരുമ്പോൾ അത് മാറ്റി നമുക്ക് അടുത്ത ശസ്ത്രക്രിയ ചെയ്യാമെന്നങ്ങ് പറയുകയാണ് ലാഘവത്തോടെ. എന്താണ് സംഭവിച്ചത് ഈ വിഷയത്തിൽ? അശ്വതി, വീഴ്ച എന്ന പദം പോലും പറയാൻ കഴിയാത്ത വിധമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ. നമ്മൾ അല്പസമയം മുമ്പ് കേട്ട ശബ്ദം അത് ഒരു രോഗിയുടേതാണ്. അദ്ദേഹം കരയുകയാണ്, കാരണം അദ്ദേഹത്തിന് വേദന സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. കഴിഞ്ഞ ദിവസമാണ് ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് അദ്ദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ എത്തിയത്. കോതിപ്പാലം സ്വദേശി അജിത്താണിത്. അദ്ദേഹത്തിന്റെ കൈക്ക് എല്ലിന് പൊട്ടൽ സംഭവിച്ചതിനെ തുടർന്ന് നമുക്കറിയാം കയ്യിൽ കമ്പി ഇടുന്ന അല്ലെങ്കിൽ റോഡ് ഇടുന്ന ഒരു ചികിത്സാ രീതിയുണ്ട്. അത്തരത്തിൽ റോഡിട്ടത് മാറിപ്പോയെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഇന്നലെ രാവിലെ 11 ശസ്ത്രക്രിയ നടന്നു. 1 മണിക്ക് അദ്ദേഹത്തെ പുറത്തിറക്കുകയും ചെയ്തു. ഇതിനുശേഷം വൈകുന്നേരത്തോടുകൂടി എക്സ്റേ പരിശോധന ഫലം പുറത്തു വന്നപ്പോഴാണ് ഈ ഇട്ട കമ്പി മാറിപ്പോയി എന്ന് മനസ്സിലാക്കുന്നത്. മറ്റൊരു രോഗിക്ക് ഇടേണ്ട കമ്പിയാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഇട്ടതെന്നാണ് അവർ തന്നെ നൽകിയ വിശദീകരണമെന്ന് മനസ്സിലാക്കുന്നു. ഉടൻ തന്നെ മറ്റൊരു ശസ്ത്രക്രിയ ഉടൻ നടത്തണമെന്ന് ആശുപത്രി അധികൃതർ ആവശ്യപ്പെടുകയായിരുന്നു. അതായത് ആ കമ്പി നീക്കം ചെയ്ത് യഥാർത്ഥത്തിൽ ഇടേണ്ട കമ്പി അദ്ദേഹത്തിന്റെ കയ്യിലിടാൻ ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ തന്റെ കൂടെ കൂട്ടിരിപ്പുകാരോ മറ്റ് ആളുകളോ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഇടാൻ പറ്റില്ല, എനിക്ക് അറിയിക്കേണ്ട ആൾക്കാരെ അറിയിച്ചതിന് ശേഷം മതിയെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഇതേ തുടർന്ന് ക്ഷുഭിതനായി ഡോക്ടർ അവിടെ നിന്നും മടങ്ങുകയായിരുന്നു എന്നാണ് അജിത്ത് പറയുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് ശസ്ത്രക്രിയ നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അതിനുള്ള നടപടിക്രമങ്ങളും എങ്ങും എത്തിയിട്ടില്ല എന്നാണ് നമ്മൾ അല്പസമയം മുമ്പ് അദ്ദേഹത്തെ ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അതീവ ഗുരുതരമായ ഒരു പിഴവാണ്. ആശുപത്രികൾക്ക് അല്ലെങ്കിൽ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് വളരെ എളുപ്പത്തിൽ പറയാം, ഇത് മാറ്റി നമുക്ക് അടുത്ത ശസ്ത്രക്രിയ നടത്തി ഈ കമ്പി പുറത്തെടുക്കാം, അല്ലെങ്കിൽ കുട്ടിയുടെ വിരലിൽ ശസ്ത്രക്രിയ നടത്തേണ്ടതിന് പകരം നാവിൽ ശസ്ത്രക്രിയ നടത്താം, നാവിനടിയിൽ കെട്ടുണ്ട് എന്ന് അവർക്ക് സ്വയം സമർത്ഥിക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഇത് അനുഭവിക്കേണ്ടി വരുന്ന രോഗിയാണ്. ഒരുപക്ഷെ ഗുരുതരമായ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൂടി വരാൻ പര്യാപ്തമായ രീതിയിലുള്ള ഒരു പിഴവുകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നേരത്തെ തന്നെ ഹർഷീന അടിവാരം സ്വദേശിനിയുടെ വയറ്റിൽ കത്രിക ശസ്ത്രക്രിയയ്ക്ക് ശേഷം കുടുങ്ങിപ്പോയ അവസ്ഥ, പിന്നീട് അത് മറ്റൊരു സർജറിയിലൂടെ ഈ കത്രിക പുറത്തേക്ക് എടുക്കുന്നു. പിന്നീട് അവർ നിത്യരോഗിയായി മാറുന്നു. അവരുടെ ശരീരത്തിൽ മറ്റ് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, മുഴയുണ്ടാകുന്നു, ഭാരിച്ച ചികിത്സാ ചെലവുകൾ വീണ്ടും മുടക്കേണ്ട ഒരു അവസ്ഥ. ഇത്തരത്തിലൊക്കെ ഗുരുതരമായ പിഴവുകളാണ് ഓരോ ഘട്ടത്തിലും ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. പക്ഷേ ഇതിനെയൊക്കെ വെള്ളപൂശുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും അന്വേഷണവും ഒക്കെയാണ് ഇവിടെ നടക്കുന്നതെന്നാണ് ഏറ്റവും ശ്രദ്ധേയം. നമുക്കറിയാം കഴിഞ്ഞ ദിവസം 4 വയസ്സുകാരിയുടെ കൈവിരലിന്റെ സ്ഥാനത്ത് ഈ നാവിനടിയിൽ ശസ്ത്രക്രിയ നടത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് സൂപ്രണ്ടിന്റെ റിപ്പോർട്ടൊക്കെ വന്നത് നമ്മൾ കണ്ടു. കാരണം നാക്കിനടിയിൽ ആ കുട്ടിക്ക് കെട്ടുണ്ട്, അതുകൊണ്ട് ശസ്ത്രക്രിയ ചെയ്തതിൽ യാതൊരു തകരാറുമില്ല, ഡോക്ടർക്കെതിരെ കാര്യമായ ഒരു നടപടി സർക്കാർ തലത്തിൽ എടുക്കേണ്ടതില്ല എന്നൊക്കെയാണ് വെള്ളപൂശിയുള്ള റിപ്പോർട്ടാണ് നൽകിയത്. പക്ഷേ അവിടെ ഇപ്പോൾ പോലീസ് റിപ്പോർട്ട് എതിരായി വന്നിരിക്കുന്നു. കാരണം ഒരു ഗുരുതരമായ
വീഴ്ച ഡോക്ടറുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ഈ കുട്ടിക്ക് നാക്കിനടിയിൽ കെട്ടുള്ളതായി വൈദ്യശാസ്ത്ര രേഖകളൊന്നുമില്ല. അതുകൊണ്ട് വീഴ്ചയുണ്ട്. ഇതേക്കുറിച്ച് വിശദമായി അന്വേഷിക്കണം, ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തണമെന്നൊക്കെ റിപ്പോർട്ട് വന്നിരിക്കുന്നു. ഓരോ തവണയും ഇത്തരത്തിൽ പിഴകൾ വരും, അന്വേഷണം വീണ്ടും ഇത്തരത്തിലെ പിഴകൾ ആവർത്തിക്കും. ഇത് തന്നെയാണ് കഴിഞ്ഞ ഏതാനും നാളുകളായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് വലിയ ഗുരുതരമായ പിഴവാണ് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും അനീഷ് പറഞ്ഞതുപോലെ ഇനിയും ഇതിൽ വെള്ളപൂശലുകൾ ഉണ്ടാകും, വിശദീകരണങ്ങൾ ഉണ്ടാകും. എന്തു തന്നെയായാലും ആ വലിയ ഗുരുതര പിഴവ് നടന്നിട്ടുണ്ട് എന്നുള്ളതിന് തെളിവാണിത്. അനീഷ്, ഈ പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിലേക്ക് പോകുമ്പോൾ നിർണായക തെളിവ് പോലീസിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പ്രതി രാഹുലിന്റെ കാറിൽ നിന്നും രക്തക്കറ കണ്ടെത്തി. കാർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നും അറിയുന്നു. അതിനിടെ പ്രതിയെ രാജ്യം വിടാൻ സഹായിച്ച പോലീസ് ഉദ്യോഗസ്ഥനെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ടല്ലോ. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ ഒരു തെളിവാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നതെന്ന് പറയാം. ഈ രാഹുലിന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് രാഹുലിന്റെ അമേസ് കാർ കണ്ടെത്തിയിരിക്കുന്നത്. ഈ കാറിലായിരുന്നു പരിക്കേറ്റ ശേഷം പുലർച്ചെ ഈ പറവൂർ സ്വദേശിനിയായ യുവതിയെ ആശുപത്രിയിൽ കൊണ്ടുപോയത്. ഈ രാഹുലിന്റെ സുഹൃത്തായ രാജേഷാണ് ഈ കാർ ഓടിച്ചുകൊണ്ട് പോയിരുന്നതെന്നടക്കമുള്ള CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. കാർ വിശദമായ പരിശോധന നടത്തിയപ്പോൾ കാറിൽ നിന്നും രക്തക്കറ കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ് ഈ കുട്ടി ഏറ്റ പരിക്കിന് ഏറ്റവും പ്രകടമായ ഒരു തെളിവായി മാറിയിരിക്കുന്നത്. നേരത്തെ ചോര ഒലിപ്പിച്ച മുഖമൊക്കെ ഉള്ള ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഗുരുതരമായ പരിക്കുകൾ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ഏറ്റിരുന്നു. തലക്കൊക്കെ പരിക്കേറ്റ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. എന്തായാലും അത് വ്യക്തമാക്കുന്ന തെളിവുകൾ ചോരക്കറ ഈ വാഹനത്തിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നു. കാറ് പോലീസ് ഇപ്പോൾ പിടിച്ചെടുത്തിട്ടുമുണ്ട്. എന്തായാലും പക്ഷേ വിദേശത്തുള്ള പ്രതിയെ നാട്ടിലേക്ക് എങ്ങനെ എത്തിക്കും എന്നത് സംബന്ധിച്ച ഒരു വ്യക്തത ഇപ്പോഴും ലഭിച്ചിട്ടില്ല. ബ്ലൂ കോർണർ നോട്ടീസ് അയച്ചെങ്കിലും പ്രതിയിലേക്ക് എത്തപ്പെടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് റെഡ് കോർണർ നോട്ടീസ് ഇന്റർപോളിന്റെ സഹായത്തോടുകൂടി അയക്കുന്നതിനുള്ള ഒരു നീക്കത്തിലാണ് പോലീസ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ജർമ്മനിയിൽ നിന്നും അത്ര എളുപ്പമല്ല പ്രതിയെ നാട്ടിലേക്ക് എത്തിക്കാൻ എന്നതാണ് വസ്തുത. നയതന്ത്ര തലത്തിലെ ഇടപെടൽ, ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും ഇടപെടലൊക്കെ ഇതിൽ അനിവാര്യമാണ്. പക്ഷേ അങ്ങേയറ്റം സങ്കീർണമായ നടപടിക്രമങ്ങൾ വേണ്ടിവരുമെന്നാണ് നിയമ രംഗത്തുള്ള വിദഗ്ധർ പോലും ഇക്കാര്യത്തിൽ അവകാശപ്പെടുന്നത്. അതുകൊണ്ട് പോലീസിന് ആദ്യഘട്ടത്തിൽ സംഭവിച്ച വീഴ്ചയ്ക്ക് വലിയ വില കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. ഇങ്ങനെ ഈ പ്രതിയെ പുറത്തേക്ക് പോകാൻ സഹായിച്ച, അല്ലെങ്കിൽ ഈ മാധ്യമങ്ങളിലടക്കം വാർത്ത വന്നപ്പോൾ, ഈ പെൺകുട്ടിയുടെ പുതിയ വെളിപ്പെടുത്തലുകളൊക്കെ വന്നപ്പോൾ വധശ്രമം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തും, സ്ത്രീധന നിരോധനം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്താൻ പോലീസ് സ്റ്റേഷനിൽ തീരുമാനമായപ്പോൾ തന്നെ ഇക്കാര്യം സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ ശരത് ലാൽ സുഹൃത്ത് രാജേഷ് വഴി രാഹുലിനെ അറിയിച്ചു എന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വധശ്രമ കേസ് അടക്കം വന്നാൽ തനിക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് വരും, അല്ലെങ്കിൽ പൊടുന്നനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന നടപടിക്രമങ്ങളിലേക്ക് നീങ്ങും എന്ന് കൃത്യമായി രാഹുൽ മനസ്സിലാക്കുകയും കേരളത്തിൽ നിന്നും ബംഗളൂരുവിലേക്ക് പോവുകയും ബംഗളൂരുവിൽ നിന്നും പിന്നീട് സിംഗപ്പൂരിലേക്കും സിംഗപ്പൂരിൽ നിന്നും ജർമ്മനിയിലേക്ക് പോവുകയാണ് ചെയ്തത്. ഈ രാഹുലിന്റെ സുഹൃത്തായ രാജേഷാണ് ബംഗളൂരുവിലേക്ക് ഇദ്ദേഹത്തെ എത്തിച്ചത്. എന്തായാലും അതിന്റെ അടിസ്ഥാനത്തിൽ രാജേഷിനെ നേരെ തെളിവ് നശിപ്പിക്കൽ കുറ്റവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ ഹാജരാക്കി ജാമ്യം ലഭിക്കുകയും ചെയ്തിരുന്നു. ഒപ്പം ഈ രാഹുലിന്റെ അമ്മ ഓരോ ഘട്ടത്തിലും വ്യക്തമാക്കിയിരുന്ന മകൻ ജർമ്മൻ പൗരനാണ്, കോഴിക്കോട് നഗരത്തിൽ തന്നെ ഉണ്ട്, അഭിഭാഷകരുമായി ആലോചന നടത്തുന്നു എന്നൊക്കെയാണ്. അത് തീർച്ചയായും ഈ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് എന്ന രീതിയിൽ തന്നെയാണ് പോലീസ് വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്കും സഹോദരിക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട്. പക്ഷേ അവരെ ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകിയെങ്കിലും അവർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഒപ്പം ഇരുവരും മുൻകൂർ ജാമ്യ ഹർജി കോടതിയിൽ നൽകിയിട്ടുമുണ്ട്. അതുകൊണ്ട് ആ മുൻകൂർ ജാമ്യ ഹർജിയിലെ തീരുമാനം വരുന്ന മുറയ്ക്കാവും ഒരുപക്ഷെ ഇവരെ ചോദ്യം ചെയ്യാൻ കഴിയുക. ഇവർക്കെതിരെ ഈ സ്ത്രീധന നിരോധന നിയമം അനുസരിച്ചുള്ള കേസെടുക്കുന്നതിനുള്ള സാധ്യതകളും ആരായുന്നുണ്ട്. അധികം വൈകാതെ അക്കാര്യത്തിലും നടപടികൾ ഉണ്ടാവുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ശരി, എം എസ് അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകി. എന്തായാലും പന്തീരാങ്കാവ് കേസിൽ നിർണായക തെളിവ് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. രാഹുലിന്റെ കാറിൽ നിന്നും രക്തക്കറ കണ്ടെത്തിയിരിക്കുന്നു. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ ഗുരുതര സുരക്ഷാ വീഴ്ച. ഗുഡ്സ് ട്രെയിൻ തെറ്റായ ട്രാക്കിൽ നിർത്തിയിട്ട് ലോക്കോ പൈലറ്റ് ഇറങ്ങിപ്പോയി. ഡ്യൂട്ടി സമയം കഴിഞ്ഞതോടെ 1ാം പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ നിർത്തിയിട്ട് ഇറങ്ങിപ്പോയതായാണ് വിവരം. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലാണ് പുലർച്ചെ 4 മണിക്ക് എനിക്ക് പിറകിൽ കാണുന്ന ഈ ഗുഡ്സ് ട്രെയിൻ ഇത്തരത്തിൽ ട്രാക്ക് മാറി കയറിയിരിക്കുന്നത്. ഇപ്പോൾ 1ാം പ്ലാറ്റ്ഫോമിലാണ് ഉള്ളത്. 5 മണിക്കൂറോളമാണ് ഈ ട്രെയിൻ ഇവിടെ എത്തിയിട്ട് ഇത്തരത്തിൽ നിർത്തിയിടുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിൽ പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, ലോക്കോ പൈലറ്റ് ഇവിടെ 1ാം പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റി ഇട്ട് ഇതിന് ശേഷം ലോക്കോ പൈലറ്റ് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയി. പക്ഷേ പുതിയ ലോക്കോ പൈലറ്റ് രണ്ടാമത് ഈ ട്രെയിൻ എടുക്കാനുള്ള പുതിയ ലോക്കോ പൈലറ്റ് ഇപ്പോൾ എത്താത്തൊരു
സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ട്രെയിൻ ഒന്നാം പ്ലാറ്റ്ഫോമിൽ ഇടേണ്ട ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നേരത്തെ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ മാവേലി എക്സ്പ്രസിന് സമാനമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് മധ്യഭാഗത്തുള്ള പ്ലാറ്റ്ഫോം ഇല്ലാത്ത ട്രാക്കിലേക്ക് ഈ ട്രെയിൻ കയറി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് സിഗ്നൽ പിഴവായിരുന്നു അന്ന് സംഭവിച്ചിരുന്നത്. അതിന് സമാനമായി ഇപ്പോൾ ഒരു സിഗ്നൽ പിഴവാകാം ഇത്തരത്തിൽ ഒരു സംഭവത്തിന് സാധ്യതയെന്നും കരുതുന്നുണ്ട്. എന്തായാലും ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ഈ ട്രെയിൻ നിർത്തിയിട്ടതിന് ശേഷം ലോക്കോ പൈലറ്റ് ഇറങ്ങിപ്പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഈ ട്രെയിൻ ഇവിടുന്ന് മാറ്റാൻ മറ്റൊരു ലോക്കോ പൈലറ്റ് എത്താത്ത സാഹചര്യമുണ്ടായി. എന്തായാലും ഇപ്പോൾ മംഗളൂരുവിൽ നിന്നും തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന എല്ലാ ട്രെയിനുകളും രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലെ മൂന്നാമത്തെയും നാലാമത്തെയും ട്രാക്കിലൂടെയാണ് കടന്നു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പല ട്രെയിനുകളും വൈകി ഓടുന്ന സാഹചര്യവും ഉണ്ടായി. എന്തായാലും വന്ദേ ഭാരത് എക്സ്പ്രസ് ഉൾപ്പെടെ വളരെ പതുക്കെയാണ് ഈ റെയിൽവേ സ്റ്റേഷനിലൂടെ കടന്നുപോയത്. നേരത്തെ രാവിലെ തിരുവനന്തപുരത്തേക്ക് പോകേണ്ട വന്ദേ ഭാരത് എക്സ്പ്രസ് വളരെ പതുക്കെയാണ് ഇതിൽ ട്രാക്കിലൂടെ കടന്നുപോയത്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. എന്തായാലും ന്യൂസ് 18 ആണ് ആദ്യം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഒരു ഗുഡ്സ് ട്രെയിൻ ട്രാക്ക് മാറി ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് നിർത്തിയിട്ടു എന്ന വാർത്ത ഇപ്പോൾ എനിക്ക് പിറകിൽ കാണാം. ആ ട്രെയിൻ മണിക്കൂറുകളോളം ഈ ട്രെയിൻ ഇത്തരത്തിൽ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിർത്തിയെടുത്ത ഒരു സാഹചര്യമുണ്ടായത്. എന്തായാലും റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗികമായ വിശദീകരണം വരേണ്ടതുണ്ട്. ഇത് ലോക്കോ പൈലറ്റ് ഇത്തരത്തിൽ ഇവിടെ ട്രെയിൻ നിർത്തിയിട്ടതിന് ശേഷം ഇറങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ട്. അതായത് കൃത്യം 4:10 ഈ ട്രെയിൻ ഇവിടെ എത്തിയത്. ലോക്കോ പൈലറ്റ് ഇവിടെ ഇത്തരത്തിൽ ഇത് ട്രെയിൻ നിർത്തിയിട്ടതിന് ശേഷം റെയിൽവേ സ്റ്റേഷനിൽ ഒപ്പിട്ടതിന് ശേഷം അദ്ദേഹം പോവുകയായിരുന്നു. പക്ഷേ പുതിയ ലോക്കോ പൈലറ്റ് വരാത്തത് എന്തായാലും ഇതിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കി. ഈ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ഉണ്ടാക്കി. എന്തായാലും കണ്ണൂരിൽ നിന്നും പുതിയ ലോക്കോ പൈലറ്റ് എത്തിയതിന് ശേഷം മാത്രമേ ഈ ട്രെയിനിന് ഇവിടെ നിന്ന് മാറ്റാൻ സാധിക്കുന്ന ഒരവസ്ഥ വന്നു. എന്തായാലും നീലേശ്വരത്താണ് പലപ്പോഴും ഇത്തരത്തിൽ ഗുഡ്സ് ട്രെയിനുകൾ ട്രാക്കിൽ ഇടാനുള്ള സൗകര്യമുള്ളത്. കാഞ്ഞങ്ങാടാകട്ടെ 2 പ്ലാറ്റ്ഫോമും 3 ട്രാക്കും അത്തരത്തിലുള്ളൊരു അവസ്ഥയാണ് കാഞ്ഞങ്ങാടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ യാത്രക്കാർക്ക് വലിയ പ്രതിസന്ധി ഉണ്ടായി. ഒപ്പം ഗുരുതരമായ സുരക്ഷാ വീഴ്ചയും ഈ സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നു. കെ വി ബൈജുവിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. പണപ്പിരിവ് പരാതിയിൽ BJP നേതാക്കൾക്കെതിരെ കേസ്. വൻതുക പിരിവ് ചോദിച്ച് പമ്പയിലെ ക്ലോക്ക് റൂം നടത്തിപ്പുകാരെ ഭീഷണിപ്പെടുത്തിയതിനാണ് കേസെടുത്തത്. BJP റാന്നി മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കുമാർ, ജനറൽ സെക്രട്ടറി അരുൺ അനിരുദ്ധൻ എന്നിവർക്കെതിരെയാണ് കേസ്. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് മെത്രാപ്പൊലീത്ത KP യോഹന്നാന്റെ മൃതദേഹം കൊച്ചിയിലെത്തിച്ചു. 12 മണിയോടെ വിലാപയാത്രയായി തിരുവല്ലയിലേക്ക് കൊണ്ടുപോകും. അമേരിക്കയിൽ വെച്ച് പ്രഭാത സവാരിക്കിടെ വാഹനമിടിച്ച് പരിക്കേറ്റായിരുന്നു മരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ടം നാളെ. 6 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 49 മണ്ഡലങ്ങളിലാണ് നാളെ വോട്ടെടുപ്പ് നടക്കുക. UPയിലാണ് 5ാം ഘട്ടത്തിൽ കൂടുതൽ സീറ്റുകളിൽ പോളിംഗ് നടക്കുക. 695 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. വാർത്താരംഭം പൂർണ്ണമാകുന്നു. നമസ്കാരം. ചരിത്രത്തിൽ തുടങ്ങി വർത്തമാനത്തിൽ കടന്ന് ഭാവിയിലേക്കുള്ള കുതിപ്പിലാണ് ലോകം. അതിർത്തികൾ പങ്കിടുന്ന രാജ്യങ്ങൾ, അതിരുകളില്ലാത്ത മാനവികത, സമാധാനവും സംഘർഷവും കിനാവും കണ്ണീരും എല്ലാം ഒന്നിക്കുന്ന ലോകത്തിന്റെ ഒരാഴ്ച. ഭൂലോകം. ഫർണിച്ചറിന്റെ ഷൈൻ